കഥയുടെ തുടക്കത്തിൽ തന്നെ വിൻസെന്റ് ലോസ് ഏഞ്ചൽസിലെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. വിൻസെന്റിന് ഓപ്പോസിറ്റായി ഫെലിക്സ് എന്ന് പേരുള്ള ഒരുത്തനും നടന്നു വരുന്നുണ്ട്. എന്നാൽ അവർ പരസ്പരം നടന്നു വന്ന് കൂട്ടിമുട്ടുകയും രണ്ടുപേരുടെയും ബാഗുകൾ തറയിൽ വീഴുകയും ചെയ്യും. എന്നാൽ അതവർ മനഃപൂർവ്വം കൂട്ടിമുട്ടിയതാണ്. രണ്ടുപേരും അവരുടെ ബാഗുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. എന്നാൽ ഇതേ സമയം മാക്സ് തൻ്റെ കാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. മാക്സ് ഒരു ടാക്സി ഡ്രൈവറാണ്. ഈവനിംഗ് ആണ് മാക്സിന്റെ ഡ്യൂട്ടി ടൈം. അങ്ങനെ തൻ്റെ കാർ എത്തിയ ശേഷം ഡ്യൂട്ടിക്ക് പോകാനായി റെഡിയാവുകയാണ് മാക്സ്. എന്നാൽ മാക്സിന്റെ കാറിൽ അന്ന് ആദ്യം കയറിയത് ഒരു കപ്പിൾസ് ആണ്. അവർ കയറിയപ്പോൾ മുതൽ വണ്ടിയിലിരുന്ന് വഴക്ക് കൂടാൻ തുടങ്ങിയതാണ്. അവർക്ക് ശേഷം ഒരു ബിസി ലേഡിയാണ് മാക്സിന്റെ കാറിൽ കയറിയത്. അങ്ങനെ ആ യാത്രക്കിടയിൽ അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയും നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്തു. താനൊരു അഡ്വക്കേറ്റ് ആണെന്നും ഇപ്പോൾ ഒരു തലവേദന പിടിച്ച കേസിന്റെ പിന്നാലെയാണ് താനെന്നും ആ ലേഡി മാക്സിനോട് പറഞ്ഞു. എന്നാൽ മാക്സ് അവളോട് പറഞ്ഞു, ഞാൻ ഈ ജോബ് പാർട്ട് ടൈം ആയാണ് ചെയ്യുന്നത്. എനിക്ക് മാൽഡീവ്സിൽ വലിയ റിസോർട്ടൊക്കെ ഉണ്ട്. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായാൽ ഞാൻ ഉടനെ തന്നെ മാൽഡീവ്സിലേക്ക് പറക്കുമെന്ന്. എന്നാൽ ആ അഡ്വക്കേറ്റിന്റെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തെത്തുമ്പോൾ മാക്സ് അവരോട് പറയും, നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആണ്. നിങ്ങൾക്കൊരു വെക്കേഷൻ എടുക്കാൻ തോന്നുമ്പോൾ എന്റെ റിസോർട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ് മാക്സ് അതിന്റെ ഡീറ്റെയിൽസ് അവളുടെ കയ്യിൽ കൊടുക്കും. എന്നാൽ കാറിൽ നിന്ന് ഇറങ്ങിയ അഡ്വക്കേറ്റ്, നിങ്ങൾക്ക് എന്തെങ്കിലും കേസ് ഉണ്ടായാൽ എന്നെ അറിയിക്കാൻ മടിക്കണ്ട എന്ന് പറഞ്ഞ് അവളുടെ വിസിറ്റിംഗ് കാർഡ് മാക്സിന് കൊടുക്കും. ഇതേ സമയമാണ് വിൻസെന്റ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നത്. വിൻസെന്റ് ഒരു ടാക്സി അന്വേഷിച്ചാണ് വരുന്നത്. മാക്സിന്റെ ടാക്സി കാണുന്ന വിൻസെന്റ് മാക്സിന്റെ ടാക്സിയിലേക്ക് കയറും. ഈ യാത്രയാണ് ഇവരുടെ രണ്ടുപേരുടെയും ലൈഫിലെ ടേണിംഗ് പോയിന്റ് ആവുന്നത്. എന്നാൽ വണ്ടിയിൽ കയറിയ വിൻസെന്റ് മാക്സിനോട് പറയും, ഞാനൊരു ബിസിനസ് ആവശ്യത്തിനായാണ് വന്നത്. എനിക്ക് ഇവിടെ കുറച്ചുപേരെ കാണേണ്ടതുണ്ട്. അപ്പോൾ നീ ഇന്ന് അവിടെയെല്ലാം എന്നെ ഡ്രോപ്പ് ചെയ്യണം. നിനക്ക് നല്ല പണവും തരാമെന്ന് വിൻസെന്റ് പറയും. ഞാൻ അയാളെ മീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വരാമെന്ന് മാക്സിനോട് പറഞ്ഞ ശേഷം വിൻസെന്റ് ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് പോയി. അങ്ങനെ വിൻസെന്റ് തിരിച്ചു വരുന്നതും കാത്ത് വെയിറ്റ് ചെയ്യുകയാണ് മാക്സിന് സ്വന്തമായൊരു ടാക്സി കാർ വാങ്ങണമെന്നുണ്ട്. എന്നാൽ അതിനുള്ള പണമൊന്നും മാക്സിന്റെ കയ്യിലില്ല. എന്നാലും പുതിയ കാറിന്റെ പരസ്യമൊക്കെ നോക്കി വിൻസെന്റിനായി കാറിൽ വെയിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരാൾ മാക്സിന്റെ കാറിന്റെ മുകളിലേക്ക് വന്ന് വീഴും. എന്നാൽ അത് കണ്ട് പേടിച്ച മാക്സ് പെട്ടെന്ന് കാറിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിൻസെന്റ് അവിടേക്ക് വരും. വിൻസെന്റിനോട് മാക്സ് പേടിച്ച് പറയും, സാർ ആരോ എന്റെ കാറിന്റെ മുകളിലേക്ക് വന്ന് വീണുവെന്ന്. എന്നാൽ വിൻസെന്റ് തന്റെ കയ്യിലുള്ള ഗണ്ണെടുത്ത് മാക്സിന് നേരെ ചൂണ്ടിയ ശേഷം മര്യാദയ്ക്ക് ആ ബോഡി എടുത്ത് വണ്ടിയുടെ ബൂട്ടിലേക്ക് ഇടാൻ പറയും. വിൻസെന്റിന്റെ കയ്യിലെ ഗണ്ണ് കണ്ട് പേടിച്ച മാക്സ് വിൻസെന്റ് പറഞ്ഞതുപോലെ തന്നെ ആ ബോഡി എടുത്ത് കാറിന്റെ ഡിക്കിക്കുള്ളിൽ ഇട്ടു. ഇതിനുശേഷം വിൻസെന്റ് തന്നെ ഒരു ബോട്ടിൽ വെള്ളം ഉപയോഗിച്ച് കാറിന്റെ മുകളിൽ ഉണ്ടായിരുന്ന രക്തക്കറയെല്ലാം കഴുകി കളഞ്ഞു. എന്നിട്ട് മാക്സ് വിൻസെന്റിനോട് പറയും, സാർ എനിക്ക് പേടിയാണ്, സാറ് തന്നെ ഈ കാറും എടുത്തോണ്ട് പൊക്കോളൂ, ഞാൻ ഇവിടെ നിന്നോളാമെന്ന്. എന്നാൽ കാറിനുള്ളിൽ കയറുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് മാക്സിനെയും കൊണ്ട് വിൻസെന്റ് അവിടെ നിന്ന് പോയി. എന്നാൽ ഈ കൊല്ലപ്പെട്ടവനെ അന്വേഷിച്ച് ക്ലർക്ക് എന്ന് പറയുന്ന ഡിറ്റക്റ്റീവ് അവന്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഡോർ തുറന്നു കിടക്കുന്നത് കാണും. എന്തോ ഒരു പന്തികേട് തോന്നിയ ഡിറ്റക്റ്റീവ് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്കും എടുത്ത് റൂമിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടുത്തെ സൈഡ് ഡോറെല്ലാം പൊട്ടിയിരിക്കുന്നത് കണ്ട് ഡിറ്റക്റ്റീവ് ഉടനെ തന്നെ പോലീസിനെ വിളിക്കും. എന്നാൽ ഇതേ സമയം മാക്സിന്റെ കാറിലുണ്ടായിരുന്ന വിൻസെന്റ് മാക്സിനോട് പറയും, നീ പേടിക്കണ്ട, നമ്മുടെ പിന്നാലെ പോലീസ് വരുന്നുണ്ട്, അവരെന്തെങ്കിലും ചോദിച്ചാൽ നീ പാനിക് ആവരുത് എന്ന് പറയും. അങ്ങനെ മാക്സ് കാർ റോഡിന്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തും. അപ്പോഴേക്കും പോലീസുകാർ അങ്ങോട്ടേക്ക് വന്ന് മാക്സിന്റെ കാർ ചെക്ക് ചെയ്ത ശേഷം മാക്സിനോട് ചോദിക്കും, ഇതിന്റെ സൈഡ് മിററും ഗ്ലാസ് ഒക്കെ എന്താണ് പൊട്ടിയിരിക്കുന്നതെന്ന്. ഒരു മാൻ വണ്ടിക്ക് വട്ടം ചാടി അതിനെ ഇടിച്ചപ്പോൾ പറ്റിയതാണെന്ന് മാക്സ് അവരോട് പറയും. സംശയം തോന്നിയ പോലീസുകാർ വിൻസെന്റിനോടും മാക്സിനോടും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബോട്ട് തുറക്കാൻ പറയും. എന്നാൽ അപ്പോഴേക്കും ഒരു എമർജൻസി വന്ന് പോലീസ് അവിടെ നിന്ന് പോകും. പോലീസുകാർ പോയ ശേഷം പാവം മാക്സ് വിൻസെന്റ് പറഞ്ഞ സ്ഥലത്തേക്ക് അയാളെയും കൊണ്ടുപോയി. അവിടെ എത്തിയ ശേഷം വിൻസെന്റ് മാക്സിന്റെ കൈകൾ രണ്ടും ആ കാറിന്റെ സ്റ്റിയറിംഗിൽ കെട്ടിയിട്ട ശേഷം, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമോശം തോന്നിയാലോ, അതുകൊണ്ടാണ് ഇത് കെട്ടുന്നതെന്ന് പറഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നാൽ ഇതേ സമയം മാത്യു എന്ന് പേരുള്ള ഒരു ബിസിനസ്സുകാരൻ തന്റെ വീട്ടിനുള്ളിൽ ആരോ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് താഴേക്ക് പോയി. അവനെ കൊല്ലാനാണ് വിൻസെന്റ് വന്നിട്ടുള്ളത്. എന്നാൽ അപ്പോൾ താഴെ കാറിനുള്ളിലുള്ള മാക്സ് തന്റെ തല കൊണ്ട് കാറിന്റെ ഹോൺ പ്രസ് ചെയ്ത് സൗണ്ട് ഉണ്ടാക്കും. ഇതുകൊണ്ട് 2-3 പേർ അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ ഒരുത്തൻ കാറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയും. എന്നാൽ ഈ വന്നവന്മാർ കള്ളന്മാരായിരുന്നു. മാക്സിന്റെ കയ്യിലുണ്ടായിരുന്ന വാലറ്റും വിൻസെന്റിന്റെ ബോക്സും അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. അതും എടുത്തുകൊണ്ട് അവന്മാർ പോയി. എന്നാൽ ആ ബിസിനസ്സുകാരനെയും കൊന്ന ശേഷം പുറത്തേക്ക് വന്ന വിൻസെന്റ് കണ്ടത് തന്റെ ബാഗും എടുത്ത് 2 പേർ പോകുന്നതാണ്. അവന്മാരോട് ആ ബാഗ് തിരികെ തരാൻ പറഞ്ഞപ്പോൾ അവന്മാർ വിൻസെന്റിനെ അറ്റാക്ക് ചെയ്യാനായി വന്നു. വിൻസെന്റ് തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ച് 2 പേരെയും കൊന്ന ശേഷം മാക്സിന്റെ കെട്ടടിച്ചു വിട്ടു. പാവം മാക്സ് ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പോകുന്ന വഴിക്ക് ഒരു പെട്രോൾ ബങ്കിൽ നിർത്തിയ ശേഷം വിൻസെന്റ് മാക്സിനോട് പറയും, ഇനി നീ രക്ഷപ്പെടാനായി ആരെങ്കിലും വിളിച്ചാൽ നിരപരാധികളായ ഒരുപാട് പേർ ഇതുപോലെ മരിക്കും, അതിനെല്ലാം ഉത്തരവാദി നീയാണ്. എന്നാൽ ഇതേ സമയം ഡിറ്റക്റ്റീവ് ക്ലർക്ക് വിളിച്ചതനുസരിച്ച് അവിടേക്ക് പോലീസുകാർ വന്നു. അവർ അവിടെയെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ താഴത്തെ റോഡിൽ ഒരു വണ്ടിയുടെ ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നതും അവിടെ കുറച്ച് ബ്ലഡും കണ്ടു. കുറച്ച് മുന്നേ ഇവിടെ ഒരു ടാക്സി കാർ വന്ന് നിന്നുവെന്ന് ഡിറ്റക്റ്റീവിനോട് അവിടെ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു. എന്നാൽ ഇതേ സമയം വിൻസെന്റ് മാക്സിനെയും കൊണ്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് വന്ന് അവിടെ ഒരാൾ ഇരുന്ന് നന്നായി ജാസ് വായിക്കുന്നുണ്ട്. വിൻസെന്റ് മാക്സിനോട് പറയും, നീ നടന്നതൊന്നും ഓർത്ത് പേടിക്കാതെ ആ പാട്ട് എൻജോയ് ചെയ്യാൻ. അങ്ങനെ ആ പാട്ടൊക്കെ കഴിഞ്ഞ് റെസ്റ്റോറന്റിൽ നിന്നും എല്ലാവരും പോയപ്പോൾ വിൻസെന്റ് മാക്സിനെയും കൂട്ടി വന്ന് ആ പാട്ട് വായിച്ച അയാളെ കണ്ടു.
അതിനുശേഷം നിങ്ങളുടെ മ്യൂസിക് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ ശേഷം പെട്ടെന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് അയാളെ വെടിവെച്ച് കൊല്ലും. ഇയാളുടെ കൊലപാതകം കൂടി കാണുമ്പോഴേക്കും മാക്സിന്റെ റിലേ പോവും. മാക്സ് പറയും, എനിക്കിനി വയ്യ, വേണമെങ്കിൽ നീ എന്നെ കൂടി കൊന്നേക്കെന്ന്. അപ്പോഴേക്കും വിൻസെന്റ് മാക്സിന്റെ അടുത്ത് വന്ന് അവനെ ആ വണ്ടിയിലേക്ക് ചേർത്ത് നിർത്തിയ ശേഷം മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് അനുസരിക്കണമെന്ന്. അപ്പോൾ മാക്സിന് ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വരും, നീ എന്താ മമ്മിയെ കാണാൻ ഇന്ന് വരാത്തതെന്ന്. വിൻസെന്റ് മാക്സിനോട് ചോദിക്കും, നീ എന്നും ഹോസ്പിറ്റലിൽ പോകാറുണ്ടോ എന്ന്. എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞ് വിൻസെന്റ് മാക്സിനെയും കൊണ്ടുപോകും. മാക്സിന്റെ അമ്മ അസുഖം കാരണം 1 വീക്കായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ വിൻസെന്റ് മാക്സിനോട് ചോദിക്കും, നീ എന്താ അമ്മയ്ക്ക് ഫ്ലവേഴ്സ് മേടിക്കാത്തതെന്ന്. അങ്ങനെ മാക്സിന്റെ അമ്മയ്ക്ക് വിൻസെന്റ് ഫ്ലവേഴ്സ് വാങ്ങിച്ച ശേഷം രണ്ടുപേരും കൂടി ലിഫ്റ്റിലേക്ക് കയറി. എന്നാൽ അവർ കയറിയ ലിഫ്റ്റിലേക്ക് പെട്ടെന്ന് ഡിറ്റക്റ്റീവ് ക്ലർക്കും കയറി വരും. ക്ലർക്കും ആ ഹോസ്പിറ്റലിൽ എന്തോ ഒരു ആവശ്യത്തിനായി വന്നതാണ്. എന്നാൽ മാക്സിന്റെ അമ്മയെ കാണാനായി റൂമിലെത്തിയ വിൻസെന്റ് മാക്സിന്റെ അമ്മയോട് പറയും, മാക്സ് എന്റെ ഫ്രണ്ടാണ് എന്നൊക്കെ. എന്നാൽ മാക്സ് തന്റെ പാസഞ്ചേഴ്സിനോട് പറയുന്നത് പോലെ തന്റെ അമ്മയോടും താൻ വളരെ വലിയൊരു പണക്കാരനാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുകയാണ്. വിൻസെന്റ് മാക്സിന്റെ അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മാക്സ് വിൻസെന്റിന്റെ ബാഗും എടുത്ത് അവിടെ നിന്ന് ഓടും. വിൻസെന്റ് തന്നെ പിടിക്കുമെന്ന് മനസ്സിലാക്കിയ മാക്സ് പകുതി വഴിയിൽ എത്തിയ ശേഷം ആ ബാഗ് താഴേക്ക് എടുത്തെറിയും. വിൻസെന്റ് കൊല്ലാൻ പോകുന്നവരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരുന്നു ആ ബാഗിനുള്ളിൽ. ദേഷ്യം വന്ന വിൻസെന്റ് മാക്സിനെ അടിക്കാൻ തുടങ്ങി. എന്നാൽ ഇതേ സമയം ഡിറ്റക്റ്റീവ് ക്ലർക്ക് ആ ഹോസ്പിറ്റലിൽ വന്നത് ആ കാണാതായവന്റെ ഡെഡ് ബോഡി വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനാണ്. അങ്ങനെ ഡെഡ് ബോഡി ചെക്ക് ചെയ്യാനായി ആ മോർച്ചറിയിലേക്ക് വരുമ്പോൾ വിൻസെന്റ് ഉദ്ദേശിച്ചവനില്ല. പക്ഷേ 3 പേരെ കുറച്ചു നേരത്തെ ആരോ ഒരാൾ വെടിവെച്ച് കൊന്നു. ആ ഡെഡ് ബോഡീസ് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ അവരെ കാണിച്ചു കൊടുത്തു. ആ മിസ്സിംഗ് കേസും ഈ ഡെഡ് ബോഡീസും കണ്ട് എന്തോ സംശയം തോന്നിയ ഡിറ്റക്റ്റീവ് ഉടനെ തന്നെ തന്റെ ഓഫീസിലേക്ക് വിളിച്ച് മറ്റ് ഓഫീസേഴ്സിനോട് കാര്യം പറഞ്ഞു. ഇതേ സമയം വിൻസെന്റ് താൻ കൊല്ലാൻ പോകുന്നവരുടെ എല്ലാം ഡീറ്റെയിൽസ് നീയാണ് കളഞ്ഞത്, മര്യാദയ്ക്ക് എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തില്ലെങ്കിൽ നിന്നെയും നിന്റെ അമ്മയെയും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വിൻസെന്റ് പേടിപ്പിക്കും. എനിക്ക് ഈ കൊട്ടേഷൻ തന്നത് ഫെലിക്സ് എന്ന് പേരുള്ള ഒരുത്തനാണ്, അവന്റെ ഓഫീസാണ് ആ കാണുന്നത്, നീ അവിടെ പോയി ഞാനാണ് എന്നും പറഞ്ഞ് ആ ഡീറ്റെയിൽസ് അവരുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവരണമെന്ന് വിൻസെന്റ് മാക്സിനോട് പറഞ്ഞ് മാക്സിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടും. അങ്ങനെ ഇനി കൊല്ലേണ്ടവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാനായി മാക്സ് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റീസ് മാക്സിനെ ചെക്ക് ചെയ്യും. എൻ്റെ പേര് വിൻസെന്റ് എന്നാണെന്നും എനിക്കിവിടെ ഒരാളെ കാണണമെന്ന് മാക്സ് അവരോട് കള്ളം പറയും. എന്നാൽ ഇതേ സമയം 3 കൊലപാതകം നടന്ന സ്ഥലത്തെ CC ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ മാക്സിന്റെ കാറും ആ വണ്ടിയുടെ ഡീറ്റെയിൽസും ഡിറ്റക്റ്റീവ്സിനും ടീംസിനും കിട്ടും. എന്നാൽ ഇതേ സമയം മാക്സ് വിൻസെന്റിന് കൊട്ടേഷൻ കൊടുത്ത ഫിലിക്സിന്റെ ശിങ്കടിയുടെ അടുത്ത് ചെന്ന് പറയും, എന്റെ കയ്യിൽ നിന്നും ആ കൊല്ലേണ്ടവരുടെ ലിസ്റ്റ് മിസ്സായി പോയി, അത് കളക്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞ് അടുത്ത കൊല്ലേണ്ടവരുടെ ഡീറ്റെയിൽസ് ഒരു പെൻഡ്രൈവിൽ കോപ്പി ചെയ്ത് വിൻസെന്റ് ആണ് എന്ന് പറഞ്ഞ് മാക്സ് അവിടെ നിന്ന് പുറത്തേക്ക് വന്നു. അങ്ങനെ താൻ അടുത്ത കൊല്ലേണ്ടവരുടെ ഡീറ്റെയിൽസ് കിട്ടിയ വിൻസെന്റ് മാക്സിനോട് പറയും, നീ ഇവരുള്ള സ്ഥലത്തേക്ക് പോവാൻ. അങ്ങനെ മാക്സിന്റെ കാർ ട്രാക്ക് ചെയ്ത ഡിറ്റക്റ്റീവും ടീംസും മാക്സിന്റെ കാർ പോകുന്ന സ്ഥലത്തേക്ക് തങ്ങളുടെ ടീംസിനെയും വിളിച്ച് ഫുൾ സെറ്റായി അങ്ങോട്ട് പോകുകയാണ്. ഇതേ സമയം താൻ അടുത്ത കൊല്ലേണ്ടവനെ സ്പോട്ട് ചെയ്ത് വിൻസെന്റ് എത്തിയത് ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്താണ്. അവിടെ ഒരുപാട് തപ്പിയ ശേഷം താൻ അടുത്ത കൊല്ലേണ്ടവൻ മാക്സിന്റെ കണ്ണിൽപ്പെട്ടു. എന്നാൽ അവിടെ വളരെയധികം ഹൈ സെക്യൂരിറ്റി ആയിരുന്നെങ്കിലും മാക്സ് ഓരോരുത്തരെയും അടിച്ചു വീഴ്ത്തിയ ശേഷം അയാൾക്ക് നേരെ വെടിവെക്കും. അയാളുടെ ബോഡി ഗാർഡ്സ് ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുമെങ്കിലും എല്ലാവരെയും കൊന്ന ശേഷം അവസാനം താൻ തെരഞ്ഞു വന്നവനെയും വിൻസെന്റ് കൊല്ലും. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് എത്തിയ ഡിറ്റക്റ്റീവിന്റെ കയ്യിൽ മാക്സ് പെടും. മാക്സിനെയും കൊണ്ട് പുറത്തേക്ക് വരുന്ന ഡിറ്റക്റ്റീവിനെ വിൻസെന്റ് വെടിവെച്ച് കൊന്ന ശേഷം മാക്സിനെ ആ കാറിലേക്ക് പിടിച്ച് വലിച്ചിടും. എന്നാൽ അവിടെ നിന്നും പോകുന്ന വഴിക്ക് മാക്സ് വിൻസെന്റിനോട് ചോദിക്കും, നീ എന്തിനാണ് ആ പാവം പോലീസുകാരനെ കൊന്നത്, ഇനി നിന്നെ ആരെയും കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കാർ വളരെയധികം വേഗത്തിൽ ഓടിക്കും. വിൻസെന്റ് കാർ പതിയെ ഓടിക്കാൻ പറയുമ്പോഴേക്കും മാക്സ് കാർ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി മനഃപൂർവ്വം ഇടിച്ചു മറിക്കും. എന്നാൽ വിൻസെന്റും മാക്സും ആ കാറിനുള്ളിൽ പെട്ടുപോകും. പോലീസ് വരുന്നത് കണ്ട് പെട്ടെന്ന് തൻ്റെ ഗണ്ണും എടുത്ത് അടുത്ത ടാർജറ്റിനെ കൊല്ലാനായി വിൻസെന്റ് അവിടെ നിന്ന് പോകും. എന്നാൽ അപ്പോഴേക്കും അവിടെ എത്തുന്ന ട്രാഫിക് പോലീസുകാരൻ മാക്സിനെ ആശ്വസിപ്പിച്ച ശേഷം നിങ്ങൾ പേടിക്കേണ്ട, ആംബുലൻസ് ഉടനെ തന്നെ എത്തുമെന്ന് പറയും. എന്നിട്ട് ആ പോലീസുകാരൻ വണ്ടി സെർച്ച് ചെയ്യുമ്പോഴാണ് വണ്ടിക്കുള്ളിൽ ഒരു ഡെഡ് ബോഡി കാണുന്നത്. അങ്ങനെ ആ പോലീസുകാരൻ മാക്സിനെ ഗൺ പോയിന്റിൽ നിർത്തുമ്പോഴാണ് കാണുന്നത് വിൻസെന്റിന്റെ ലാപ്ടോപ്പിൽ വിൻസെന്റ് അടുത്തതായി കൊല്ലാൻ പോകുന്നത് തന്റെ കാറിൽ ഇന്ന് രാത്രി കയറിയ ആ അഡ്വക്കേറ്റിനെ ആണ് എന്ന്. മാക്സ് ആ പോലീസുകാരന്റെ കയ്യിൽ നിന്ന് ഗണ്ണും മേടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടും. എന്നാൽ ഇതേ സമയം വിൻസെന്റ് ആ ലോയറുടെ ഫ്ളാറ്റിൽ എത്തിയിരുന്നു. മാക്സ് ഉടനെ തന്നെ ആ ലേഡിയെ വിളിക്കും. ആദ്യം വിളിച്ചിട്ട് കിട്ടില്ല എങ്കിലും പിന്നെ അവൾ ഫോൺ എടുക്കും. നിന്നെ ഒരാൾ കൊല്ലാനായി ഗണ്ണുമായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഞാൻ രാവിലെ കണ്ട ടാക്സി ഡ്രൈവർ ആണെന്ന് മാക്സ് അവളോട് പറയും. എന്നാൽ ഇതേ സമയത്ത് വിൻസെന്റ് ലോയറുടെ ഫ്ളാറ്റിൽ എത്തുമെങ്കിലും ലോയർ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കും. ഇതേ സമയത്ത് തന്നെ മാക്സും അങ്ങോട്ടേക്ക് വരും. വിൻസെന്റിന്റെ കണ്ണിൽപ്പെടുന്ന ലോയറിനെ വിൻസെന്റ് വെടിവെക്കാനായി ഒരുങ്ങുമ്പോൾ പോലീസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗണ്ണെടുത്ത് വിൻസെന്റിനെ വെടിവെക്കും. എന്നാൽ ആ വെടി കൊള്ളുന്നത് വിൻസെന്റിന്റെ ചെവിയിലായിരുന്നു. അപ്പോഴേക്കും മാക്സും ആ ലോയറും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും ആ ഫ്ളാറ്റിന്റെ താഴേക്ക് ഓടിയെത്തി. എന്നാൽ അപ്പോഴേക്കും വിൻസെന്റ് അവരുടെ പിന്നാലെ ഓടി വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അവർ നേരെ എത്തിയത് അടുത്തുള്ള സബ്വേയിലേക്കാണ്. അവിടെ നിന്ന് മെട്രോ സ്റ്റേഷനിൽ കയറി ട്രെയിനിലേക്ക് കയറി. എന്നാൽ
മാക്സും ആ ലോയറും ട്രെയിനിലേക്ക് കയറിയെന്ന് മനസ്സിലാക്കിയ വിൻസെന്റ് ആ ട്രെയിനിന്റെ പിന്നിൽ ചാടി കയറി. അതിനുശേഷം ഓരോ ബോഗിയിലായി അവൻ അവരെ സെർച്ച് ചെയ്ത് മുന്നോട്ട് തന്നെ വന്നുകൊണ്ടിരുന്നു. എന്നാൽ വിൻസെന്റ് വരുന്നത് മാക്സ് കണ്ടിരുന്നു. എന്നാൽ വിൻസെന്റ് അടുത്തെത്തിയെന്ന് മനസ്സിലാക്കിയ മാക്സ് എല്ലാ ധൈര്യവും സംഭരിച്ച് തന്റെ ഗണ്ണെടുത്ത് വിൻസെന്റിന് നേരെ ചൂണ്ടി. രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കാൻ തുടങ്ങി. എന്നാൽ വിൻസെന്റ് വെടിവെച്ച ഒരു വെടിയും മാക്സിന് കൊണ്ടില്ലായിരുന്നു. എന്നാൽ മാക്സ് വെടിവെച്ച എല്ലാ വെടിയും വിൻസെന്റിന് കൊണ്ടു. വെടികൊണ്ട വിൻസെന്റ് അനങ്ങാൻ വയ്യാതെ ആ മെട്രോ സീറ്റിൽ നിരുപാധികം ഇരുന്നു. എന്നാൽ മാക്സ് വിൻസെന്റിനോട് പറയും, അടുത്താണ് സ്റ്റേഷൻ, നീ പേടിക്കണ്ട, എത്തിയാൽ ഉടനെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന്. എന്നാൽ ഞാൻ എന്തായാലും മരിക്കും, നീ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വിൻസെന്റ് മാക്സിനോട് പറയും. അതും പറഞ്ഞ് വിൻസെന്റ് മരിക്കും. അതിനുശേഷം മാക്സും ലോയറും കൂടി ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകുന്ന സീനോട് കൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയായി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.